നമസ്കാരം. പ്രധാന വാർത്തകൾ. പഴക്കച്ചവടം സംബന്ധിച്ച തർക്കം. വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. പ്രതികളെ പിടികൂടി. വടക്കഞ്ചേരി കണക്കന്തുരുത്തി സ്വദേശി നാസറിനെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. സംഭവത്തിൽ വടക്കഞ്ചേരി സ്വദേശി ഫൈസൽ, കിഴക്കഞ്ചേരി സ്വദേശി ബിജു എന്നിവർ ആലത്തൂർ പോലീസിന്റെ പിടിയിലായി. പഴക്കച്ചവടം സംബന്ധിച്ച തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. നെന്മാറ ഗോമതിക്ക് സമീപത്ത് വെച്ച് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. നാസറിന്റെ വാഹനം തടഞ്ഞു നിർത്തിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഡ്രൈവർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വടക്കഞ്ചേരി പോലീസ് മംഗലത്ത് വെച്ച വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്തിയില്ല. പിന്തുടർന്നു പോയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ ആലത്തൂർ പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ നാസർ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊല. അഫാനെ ഉടൻ ജയിലിലേക്ക് മാറ്റും. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാനെ ജയിലിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. ജനറൽ മെഡിസിൻ ഡോക്ടർ അനുമതി നൽകിയാൽ അഫാനെ ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റും. നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അഫാനില്ല. അതേസമയം അഫാന്റെ ബന്ധുക്കൾ, പണം കടം വാങ്ങിയവർ എന്നിവരുടെ എല്ലാം മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് പോലീസ് നീക്കം. വീടിന് മുന്നിലെത്തിയ കാട്ടാനയെ കണ്ട് ഭയന്നോടി ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. കാട്ടാനയെ കണ്ട് ഭയന്നോടിയ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. വീടിന് മുന്നിലെത്തിയ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന കുഞ്ഞപ്പന് നേരെ തിരിഞ്ഞു. ഭയന്ന് വീട്ടിലേക്ക് ഓടിക്കയറിയതിന് പിന്നാലെയാണ് കുഞ്ഞപ്പൻ കുഴഞ്ഞു വീണത്. കുഴഞ്ഞു വീണ കുഞ്ഞപ്പനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോളേജിലുണ്ടായ തർക്കത്തിന് 2 വർഷം കാത്തിരുന്ന പകവീട്ടൽ. സീനിയർ വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കേസെടുത്ത് പോലീസ്. പഠനകാലത്തുണ്ടായ തർക്കത്തിന് 2 വർഷം കാത്തിരുന്ന ശേഷം പകവീട്ടി യുവാക്കൾ. കണ്ണൂർ വാരംപുറത്തിലെ അധ്യാപക ട്രെയിനിംഗ് വിദ്യാർത്ഥി മുഹമ്മദ് മുനീസിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥി നിഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സീനിയർ വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മുനീസിന്റെ മുഖത്താണ് പരിക്കേറ്റത്. മുനീസ് മുസ്തഫയുടെ ചുണ്ട് വെട്ടേറ്റ് മുറിഞ്ഞു. ഫോൺ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് മുനീസിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. സംഭവത്തിൽ 5 പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. പേഴ്സണൽ സ്റ്റാഫുകളുടെ യാത്ര. 7 ലക്ഷം രൂപ അനുവദിച്ച് ധനവകുപ്പ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ യാത്രാ ചെലവിന് അധിക തുക അനുവദിച്ച ധനവകുപ്പ്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് അധിക ഫണ്ടായി 7 ലക്ഷം രൂപ അനുവദിച്ചത്. യാത്രാ ഭത്തയ്ക്കായി ബജറ്റിൽ വകയിരുത്തിയ 35 ലക്ഷം രൂപയ്ക്ക് പുറമെയാണ് അധിക ഫണ്ട്. 97 പേഴ്സണൽ സ്റ്റാഫുകളാണുള്ളത്. ഇവർക്കെല്ലാമായാണ് ഇപ്പോൾ 7 ലക്ഷം രൂപ അനുവദിച്ചത്. രാജ്ഭവനും അധിക സഹായമുണ്ട്. ബജറ്റ് എസ്റ്റിമേറ്റിന് പുറമെ രാജ്ഭവനും അധിക സഹായം അനുവദിച്ചു. ഗവർണറുടെ ചികിത്സയ്ക്കായാണ് 5 ലക്ഷം രൂപ അനുവദിച്ചത്. പഞ്ചകർമ്മ ചികിത്സയ്ക്കും ഫിസിയോതെറാപ്പിക്കുമാണ് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്.